2000 രൂപയ്ക്ക് താഴെ നല്ലൊരു സ്മാർട്ട് വാച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ബിഗ് മില്യൺ ഡേയ്സിൽ ആമസോണിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ഒരുപോലെ അവൈലബിൾ ആയിട്ടുള്ള ബോട്ടിൻ്റെ വേവ് കോൾ സ്മാർട്ട് വാച്ചാണ്. അതായത് കോളിംഗ് സ്മാർട്ട് വാച്ചാണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മികച്ച ഫീച്ചേഴ്സുള്ള എന്നാൽ 2000 രൂപ ബഡ്ജറ്റിൽ താഴെയുള്ള മികച്ച സ്റ്റൈലിഷ് ലുക്കിലുള്ളൊരു വാച്ച് തന്നെയാണ് ബോട്ട് വേവ് കോൾ സ്മാർട്ട് വാച്ച്. ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായും പറഞ്ഞതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ബ്ലൂടൂത്ത് കോളിംഗ് ചിപ്പാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല 1.69 ഇഞ്ചിൻ്റെ HD ഡിസ്പ്ലേ വിത്ത് 550 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഏകദേശം സ്ക്രീൻ ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ ലഭിക്കുന്നത് തന്നെയാണ്. മാത്രമല്ല 150+ വാച്ച് ഫേസസും അതുപോലെ തന്നെ മൾട്ടി സ്പോട്ട് മോഡുകളും ഹാർട്ട് ബീറ്റ് റേറ്റ് സെൻസർ, SpO2 സെൻസർ, പിന്നെ IP68 വാട്ടർ പ്രൂഫ് റെസിസ്റ്റൻറ്റുമാണ്. വളരെയധികം മികച്ച റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിന് നൽകിയിരിക്കുന്നത്. മെറ്റൽ കേസിങ്ങിലാണ് ഈ സ്മാർട്ട് വാച്ച് വരുന്നത്. ബോട്ട് വേവിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 220 mAh ലിഥിയം അയൺ ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണെന്ന് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 ഡിഗ്രി മുതൽ 60 ഡിഗ്രി വരെയാണ്. മാത്രമല്ല ചാർജിങ്ങിന് 2.5 മണിക്കൂറാണ് എടുക്കുന്നത്. ഫുൾ ചാർജിൽ നമുക്ക് നോർമൽ യൂസേജിൽ 7 ദിവസം വരെ ബാറ്ററി ബാക്കപ്പും കണ്ടിന്യൂസ് ബ്ലൂടൂത്ത് കോളിംഗ് യൂസേജിൽ നമുക്ക് 2 ദിവസം വരെയാണ് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് വാച്ചിന് ഏകദേശം 1 ഇയർ വാറണ്ടിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നോർമലി എല്ലാ സ്മാർട്ട് വാച്ചുകളിലും വരുന്ന പോലെയുള്ള സിലിക്കൺ ടൈപ്പ് സ്ട്രാപ്പാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല സ്ട്രാപ്പിൻ്റെ എൻഡിലായിട്ട് ബോട്ടിൻ്റെ എംബ്ലവും നൽകിയിട്ടുണ്ട്. ഏത് ടൈപ്പിലുള്ള സ്ട്രാപ്പും നമുക്കിപ്പോൾ ചെയിൻ ടൈപ്പ് ആണെങ്കിലും ഈ ഒരു സ്മാർട്ട് വാച്ചിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബോട്ട് വേവ് കോൾ സ്മാർട്ട് വാച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്പീക്കറും മൈക്കും നൽകിയിരിക്കുന്നു. റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്ക്രോൾ ബട്ടണും അതുപോലെ തന്നെ ബാക്ക് സൈഡിലായിട്ട് SpO2 സെൻസറും അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ സെൻസറും നൽകിയിട്ടുണ്ട്. എത്ര നല്ല ക്വാളിറ്റിയുള്ള സ്മാർട്ട് വാച്ച് ആണെങ്കിൽ പോലും ചെറിയ ബഗ്ഗുകളൊക്കെ ഉണ്ടാവും. അതിനാൽ തന്നെ ചില സമയത്ത് ഇതിൻ്റെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ സെൻസർ ബഗ് എറർ കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി പാർട്ടുമായിട്ട് ടച്ച് ചെയ്യാതിരിക്കുന്ന സമയത്ത് തന്നെ ഹാർട്ട് ബീറ്റ് റേറ്റ് സെൻസർ വർക്ക് ചെയ്ത് നമുക്ക് ഹാർട്ട് ബീറ്റ് റേറ്റ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മാൽ ഫംഗ്ഷനാണ്. ചിലപ്പോൾ അപ്ഡേറ്റിലൂടെയൊക്കെ റെഡിയാവുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇൻ്റർഫേസിൻ്റെ കാര്യമൊക്കെ വളരെ സ്മൂത്ത് തന്നെയാണ്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് അത്ര വലിയൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നിയില്ല. ഫയർ ബോൾട്ടൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തന്നെയുള്ളൊരു ഇൻ്റർഫേസും അതുപോലെ തന്നെ ഒരു ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് വാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ചെറിയ ബഗ്സ് എല്ലാം നെക്സ്റ്റ് അപ്ഡേഷനിൽ റെഡിയാവും. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കോൾ ക്വാളിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രധാനമായും 4 കളറിലാണ് ഈ സ്മാർട്ട് വാച്ച് അവൈലബിൾ ആയിട്ടുള്ളത്. ആക്റ്റീവ് ബ്ലാക്ക്, കരീബിയൻ ഗ്രീൻ, ഡീപ് ബ്ലൂ, മൗവ്. എന്നിരുന്നാലും 2000 രൂപയ്ക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിങ്ങിൽ നല്ല ക്വാളിറ്റിയുള്ള സ്മാർട്ട് വാച്ച് തന്നെയാണ് ബോട്ട് വേവ് കോൾ സ്മാർട്ട് വാച്ച്.